ഇനി പറയുന്ന സംഭവത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രസവിച്ച സ്വന്തം മകളെ ചെയ്യാൻ കഴിയും? ഇത്രയും ക്രൂരത എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളിലുണ്ടാവും. അത്രയും ക്രൂരമായ സംഭവമായിരുന്നു സ്വന്തം മകളെ ഉപയോഗിച്ച് ആ അമ്മ ചെയ്തു കൂട്ടിയത്. അതും പുറത്തു പറയാൻ കൊള്ളില്ലാത്ത അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ. തെലങ്കാന ഹൈദരാബാദിലെ അമീർപേട്ട് എന്ന് പറയുന്ന ചെറിയൊരു ഏരിയ, ആ ഒരു ഏരിയയിലായിരുന്നു രവി സംഗീത ദമ്പതികൾ ഒരു വീട്ടിൽ കഴിയുന്നതിനായിരുന്നത്. രവി സംഗീതയും തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേർക്കും ഒരേ ഒരു മകളാണ്. മകൾ പഠിക്കുന്നത് സ്കൂളിലാണ്. രാവിലെ മകൾ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം രണ്ടുപേരും ജോലിക്ക് പോകാനായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഒരു ജീവിതമായിരുന്നു ഇവർക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കായിരുന്നു. ഇവർക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല, എന്താ പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെയാവുന്നു. അവസാനം ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നു. ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് കോടതി ഒരു കണ്ടീഷൻ പറയും. അതായത് ഒരു മാസം മുഴുവനും മകൾ സംഗീത കൂടെ നിൽക്കട്ടെ, മാസത്തിൽ ഒരു ദിവസം മാത്രം രവിയുടെ കൂടെ, ഭർത്താവായ രവിയുടെ കൂടെ പൊയ്ക്കോട്ടെ, ഒരു ദിവസം മുഴുവനും അച്ഛനെ കൂടെ ചെലവഴിച്ചതിന് ശേഷം മകളെ അതേപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കണം എന്നൊക്കെ കോടതി ഉത്തരവിടുന്നു. അതിൽ രണ്ടുപേരും ഓക്കെ പറയുന്നു. അങ്ങനെ ഒരു മാസം മുഴുവനും അമ്മ സംഗീതയുടെ കൂടെ മകൾ നിൽക്കും. അവസാനം ഒരു ദിവസം മാത്രം അച്ഛനെ കൂടെ ചെലവഴിച്ചതിന് ശേഷം വൈകുന്നേരം തിരിച്ച് മകൾ വീട്ടിലേക്ക് വരുന്നതിനായിരുന്നു. മാസത്തിൽ ഒരു ദിവസം എപ്പോഴും പോലെ മകൾ അച്ഛനെ കൂടെ പോകുമല്ലോ, അതേപോലെ തന്നെ അച്ഛൻ കാറിൽ മകളെ പിക്കാൻ വരുന്നു. മകളെ കൂട്ടി ഇയാൾ പുറത്തേക്ക് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കുന്ന സമയത്ത് എപ്പോഴും സംസാരിക്കുന്ന പോലെ മകളൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തേക്ക് വരാൻ തന്നെ മകൾ പേടിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ മറച്ച് സംസാരിക്കുന്ന പോലെ തോന്നിയിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്താ മോളെ പ്രശ്നം, എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ മകൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പോകുന്നുണ്ടായിരുന്നു. അവസാനം മകൾക്ക് എന്തോ സംഭവിച്ചിരുന്നു മനസ്സിലായപ്പോൾ രവി സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒറ്റയ്ക്കിരുത്തി എന്താണെങ്കിലും പറ, കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്താണ് സംഭവിച്ചത്, എന്താ നടന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ വെച്ച് കരഞ്ഞുകൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ കഴിയാത്ത കുറെ നടുക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ വെച്ച് മകൾ പറയാൻ തുടങ്ങിയത്. അതൊക്കെ കേട്ട സമയത്ത് രവിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ ശരിക്കും വിറച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മകൾ എന്തായിരുന്നു പറഞ്ഞത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, രണ്ടുപേരും ഒരു കമ്പനിയിലാണ് ജോലി